Good morning to all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് ആയിരുന്നു. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദ ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ ക്യാഷ് അല്ലേ, ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. റോ മെറ്റീരിയൽസ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ നടത്തുന്നു, അപ്പം വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് മാറുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റുന്നു. ദെൻ ഈ ഫിനിഷ് ഗുഡ്സ് സെയിൽസ് നടത്തുന്നു. സെയിൽസ് നടത്തുമ്പോൾ ഡെറ്റേഴ്സ് വരുന്നു. ദെൻ ആ ഡെറ്റേഴ്സിന് നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുന്നു. ഇങ്ങനെയുള്ള സൈക്ലിക്കൽ പ്രോസസ്സാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് പ്രകാരം, ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കണ്ടുപിടിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി 2-3 സ്റ്റെപ്സ്, അതുപോലെ തന്നെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതാണ്, എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് അണ്ടർ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് പ്രകാരമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള 3 സ്റ്റെപ്സാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ്. കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിള്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, O ഈസ് ഈക്വൽ ടു R പ്ലസ് W പ്ലസ് എഫ് പ്ലസ് ഡി മൈനസ് സി. ഇതാണ് ഇക്വേഷൻ. എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഡ്യൂറേഷൻ ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഈക്വൽ ടു O ഈസ് ഈക്വൽ ടു R പ്ലസ് W പ്ലസ് എഫ് പ്ലസ് ഡി മൈനസ് സി. ഇനി എന്താണ് ഈ ഓരോന്നും നോക്കാം. R ഈസ് ഈക്വൽ ടു ഇവിടുത്തെ റോ മെറ്റീരിയൽസ് ഇല്ലേ, നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നില്ലേ, അതാണ് R എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ R ഈസ് ഈക്വൽ ടു ആവറേജ് മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ്. ആവറേജ് മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡാണ് R എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽസ് എത്ര നാളാണ് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ആവറേജ് സ്റ്റോറേജ് പീരീഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ നമ്മൾ റോ മെറ്റീരിയൽസ് ക്യാഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. ദെൻ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. പകുതി പ്രോസസ്സ് നടന്ന പ്രോഡക്റ്റിനാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ W എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. W എന്ന് പറഞ്ഞാൽ ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതാണ് W എന്നുകൊണ്ട് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ അടുത്തത് എഫ് എന്ന് പറയുന്നത് എന്താ, ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആവറേജ് പീരീഡ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ആവറേജ് പീരീഡ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് എഫ്. അടുത്തത് എന്താ, ഡി അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ്. നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്തു, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി. ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സെയിൽസ് നടത്തും അല്ലേ. സെയിൽസ് നടത്തുമ്പോൾ 2 തരം സെയിൽസ് ഉണ്ട്, ഒന്ന് ക്യാഷ് സെയിൽസും ഒന്ന് ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ എന്തായിരിക്കും, നേരെ ഇവിടെ ഈ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടാവുകയല്ല, ഡയറക്റ്റ് എന്ത് ചെയ്യും, ഈ ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്ന് ക്യാഷിലേക്ക് മാറും അല്ലേ, സെയിൽസിൽ നിന്ന് ക്യാഷിലേക്ക് മാറും. പക്ഷേ ഡെറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽസിന് സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് ഡെറ്റേഴ്സ് വരുന്നത്. അപ്പം അതാണ് ഇവിടെ ഡി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡി എന്ന് പറയുന്നത് എന്താ, ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡാണ് ഡി എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് എന്ന് വെച്ചാൽ ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുന്ന ആ പീരീഡ് എത്ര കാലത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ പീരീഡ് ഡെറ്റേഴ്സിൽ നിന്ന് പണം കിട്ടുന്ന പീരീഡാണ് ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഡി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ. ദെൻ ഇവിടെ സി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. സി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയല്ലേ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ക്രെഡിറ്റിനാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. അപ്പം ക്രെഡിറ്റേഴ്സിന് പണം കൊടുക്കണം അല്ലേ, നമ്മൾ ആ ക്യാഷ് കൊടുക്കണം. ആ പീരീഡാണ് ഇവിടെ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് സി ഈസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. സി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിനാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നമ്മൾ പണം കൊടുക്കണം അല്ലേ, ക്രെഡിറ്റേഴ്സിന് പണം കൊടുക്കണം. അതാണ് ആ പീരീഡാണ്, ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന പീരീഡിനാണ് നമ്മൾ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, O ഈസ് ഈക്വൽ ടു R പ്ലസ് W പ്ലസ് എഫ് പ്ലസ് ഡി മൈനസ് സി. ഈ രീതിയിലാണ് ചെയ്യുന്നത്.
അടുത്തത് സെക്കൻഡ് വൺ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഓപ്പറേറ്റിംഗ് പീരീഡ്. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ഓപ്പറേറ്റിംഗ് പീരീഡ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലേ, നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഇതാണ്. നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. Number of operating cycle is equal to 365 divided by period of operating cycle. Then third one, estimating working capital requirements. മൂന്നാമത്തെ സ്റ്റെപ്സ് ആണ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്. എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കില്ല. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ, തൊട്ട് മുന്നേ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിവിടെ പറഞ്ഞിരുന്നല്ലേ, ഇവിടെ എന്താ ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ O ഈസ് ഈക്വൽ ടു R പ്ലസ് W പ്ലസ് F പ്ലസ് D മൈനസ് C. R എന്ന് പറഞ്ഞാൽ ആവറേജ് മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലേ. പിന്നെ എങ്ങനെയാണ് RWFDC ഇത് കണ്ടുപിടിക്കാമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെന്താ ആവറേജ് മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡും അതുപോലെ W എന്ന ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ R ആണ്. R എന്ന് പറഞ്ഞാൽ എന്താ ആവറേജ് മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡാണ് R. അപ്പോൾ R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി കൺസപ്ഷൻ. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി കൺസംഷൻ. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മൾ എന്താ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഡിവൈഡ് ബൈ 2 ആണ് ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ ആവറേജ് ഡെയിലി കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്നാ ഡെയിലി കൺസംഷനാണ്. അപ്പോൾ ഡെയിലി കൺസംഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ ഡിവൈഡഡ് ബൈ 365. ഇനി ചിലപ്പം ക്വസ്റ്റിന് 360 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സാധാരണ നമുക്കറിയാം ഒരു വർഷം 365 ദിവസമാണുള്ളത്, അപ്പം 365 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റിന് 360 ഡേയ്സ് എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 360 ഡേയ്സും കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ആവറേജ് മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി കൺസംഷൻ ആണ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഡിവൈഡ് ബൈ 2 ആണ്. ഇനി ഇവിടെ പറയുന്നുണ്ട് ആവറേജ് ഡെയിലി കൺസംഷൻ എന്ന് പറയുന്നത് ഡെയിലി കൺസംഷനാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇയർലി കൺസംഷൻ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി കൺസംഷനാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആവറേജ് ഡെയിലി കൺസംഷൻ ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ ഡിവൈഡ് ബൈ 365 അല്ലെങ്കിൽ 360 ആണ്. ദെൻ നമുക്ക് W ആണ് കണ്ടുപിടിക്കേണ്ടത്. W എന്ന് പറഞ്ഞാൽ ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ്. ദെൻ ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ 2. നമ്മളിവിടെ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കണ്ടുപിടിച്ച പോലെ തന്നെ റോ മെറ്റീരിയൽസിന് പകരം വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതിയാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡ് ബൈ 2 ആണ് ആവറേജ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇനി ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കണം. അല്ല, ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിവൈഡ് ബൈ 365. ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിവൈഡ് ബൈ 365. ഇനി 360 കോസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ 360 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ദെൻ അടുത്തത് F ആണല്ലേ. F എന്താ? ആവറേജ് പീരീഡ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. F ആവറേജ് പീരീഡ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ, ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്.
നമ്മളിവിടെ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡ് ബൈ 2 ആണ്. ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡ് ബൈ 2 ആണ്. ദെൻ ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ 365 ഓർ 360. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ 365 ഓർ 360 ആണ് എന്ത്? ആവറേജ് ഡെയിലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുന്നത് എന്താ? ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് ആണ്. ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആവറേജ് ഡെറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ്. ശ്രദ്ധിക്കുക, ഡെറ്റേഴ്സ് വരുന്ന ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകുമ്പോഴല്ലേ ഡെറ്റേഴ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്രെഡിറ്റ് സെയിൽസും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഡി എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ശ്രദ്ധിക്കുക, ആവറേജ് ഡെറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് ഡെറ്റേഴ്സിൻ്റെ ആവറേജ് എടുക്കുക, അതുകൊണ്ട് കൂട്ടിയിട്ട് ദെൻ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ്. ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ് ആണ്. അതാണ് നമ്മൾ ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തത് സി എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് ആണ്. ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് സി ഈസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് ആണ്. ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആവറേജ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് പേയബിൾ. ആവറേജ് ബിൽസ് പേയബിൾ, ആവറേജ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് പേയബിൾ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസസ്. ഒക്കെ നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്ന എങ്ങനെയാണ്? ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴല്ലേ. അപ്പോൾ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസിന് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് കണ്ടുപിടിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആവറേജ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് പേയബിൾ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പോൾ ഇത്രയാണ് ഇക്വേഷൻസ് ഉള്ളത്. നമുക്ക് ഈ എന്താ RWF DC ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. RWF DC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഇത്രയാണുള്ളത്. നിങ്ങൾ ഈ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക. ഇതിനകത്ത് 3 സ്റ്റെപ്പാണ് ഉള്ളത് അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഫസ്റ്റ് വൺ കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓം ഈസ് ഈക്വൽ ടു R പ്ലസ് W പ്ലസ് F പ്ലസ് D മൈനസ് C ആണ്. രണ്ടാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ എ ഓപ്പറേറ്റിംഗ് പീരീഡ് അല്ലേ? നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഈക്വൽ ടു 365 ഡിവൈഡ് ബൈ പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അതിന് മൂന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്. എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ.